തിരുവനന്തപുരം മാക്കുളത്തെ ടൂറിസ്റ്റ് വില്ലേജിലെ കണ്ണാടിപ്പാലത്തിലെ വിള്ളൽ സംഭവത്തിൽ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും എംഎൽഎ വി.കെ. പ്രശാന്തും രണ്ടത്തട്ടിൽ. പരസ്പരം കുറ്റപ്പെടുത്തി നിർമ്മാണത്തിലെ അഴിമതി മറയ്ക്കാൻ ശ്രമമെന്ന ആക്ഷേപമാണ് ശക്തമാകുന്നത്. വട്ടിയൂർക്കാവ് എംഎൽഎ വി.കെ. പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ സൊസൈറ്റിയായ യൂത്ത് ബ്രിഗേഡാണ് കണ്ണാടിപ്പാലത്തിന്റെ കരാർ ഏറ്റെടുത്ത് നിർമ്മാണ വേലകൾ നടത്തിയത്. എന്നാൽ ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ പാലത്തിന്റെ കണ്ണാടിയിൽ വിള്ളൽ വീണതോടെ ഇതിന്റെ ഗുണമേന്മയെപ്പറ്റിയും നിരവധി ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു. തുടർന്ന് സാമൂഹ്യ വിരുദ്ധരാണ് കണ്ണാടിപ്പാലം ഉടച്ചതെന്നാരോപിച്ച് തടി തപ്പാനാണ് അധികൃതർ ശ്രമിക്കുന്നതെന്ന് വിവരാവകാശ പ്രവർത്തകൻ കെ.പി. ചിത്രഭാനു പറഞ്ഞു. വളരെ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചത്. അങ്ങനെയാണ് ഇത് തകരാറ്. അവിടെ എപ്പോഴും വളരെ സെക്യൂരിറ്റിയൊക്കെ ഉള്ള സംവിധാനമാണ്. ഇത് ഭരണകക്ഷിയുടെ ഒരാളാണല്ലോ ആ സൊസൈറ്റി എന്തോ നടത്തുന്നത്, അവരാണല്ലോ ഇത് നിർമ്മിക്കുന്നത്. ഒരു സാമൂഹ്യ വിരുദ്ധനും അവിടെ കയറിയിട്ടില്ല. ഏത് മേഖല വന്നാലും തട്ടിപ്പും വെട്ടിപ്പും ആണല്ലോ ഇവിടെ നടക്കുന്നത്. സംഭവത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിർമ്മാണ കമ്പനിക്കാണെന്നും ആരോപിച്ചു. തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ വിനോദസഞ്ചാരികളുടെ വരവിനെ ബാധിക്കുമെന്നും ഉദയഭാനു പറയുന്നു. എന്നാൽ പാലത്തിൽ ഘടിപ്പിച്ച കണ്ണാടിയാണ് ഉടഞ്ഞിട്ടുള്ളതെന്നും തങ്ങളുടെ പാകപ്പിഴകൾ മറച്ചുവെക്കാനായിട്ടാണ് ഇത്തരം ആരോപണമെന്നും ആക്ഷേപമുണ്ട്. അതേസമയം സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണത്തെക്കുറിച്ച് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ പരാതി നൽകിയിട്ടില്ല. എന്നാൽ ചില്ലിലെ വിള്ളൽ പുതിയ കണ്ണാടി കൊണ്ടുവന്ന് ദ്രുതഗതിയിൽ അറ്റകുറ്റപ്പണികൾ തീർക്കാനുള്ള ശ്രമത്തിലാണ്. ഇതോടെ എംഎൽഎയും ടൂറിസം മന്ത്രിയും തമ്മിലൊരു തർക്കവും പരസ്യമായി. ജനം, തിരുവനന്തപുരം.